ബാക്ക് ടു ഏഗൺ ലേണിംഗ്. 20 മാർക്ക് കരസ്ഥമാക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചൗക്ക് എന്ന കവിത എഴുതിയിരിക്കുന്നത് അലോക് ധന്വ ആണ്. അപ്പൊ നമ്മൾ അത് ആദ്യം ശ്രദ്ധിക്കണം. അലോക് ധന്വ ആണ് ചൗക്ക് എന്ന കവിത എഴുതിയിട്ടുള്ളത്. ഇനിയുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതാണ്. കുറച്ച് സിഗ്നൽസ്, അതിന്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, ചൗക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നാൽക്കവലയാണ് അല്ലെ, ചൗരാഹ നാൽക്കവലയാണ്. ഈ സൈൻ ആണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, രണ്ടാമതായി തന്നിരിക്കുന്നത് യാതായാത് സങ്കേതക്, അതായത് ഗതാഗത നിയന്ത്രണം. നോക്കൂ, മൂന്നാമതായിട്ട് പൈദൽ ക്രോസിംഗ്, അതായത് സീബ്ര ലൈനെയാണ്, കാൽനടക്കാര് കടന്നു പോകുന്ന ആ ഒരു വരകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതാ ഇവിടെ എഴുതാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതാ ഇവിടെ കണ്ടോ, പശു ചിഹ്ന്. അപ്പൊ പശു ചിഹ്ന് സൂചിപ്പിക്കുന്നത് ജാൻവരോം കി ഉപസ്ഥിതി, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം. രണ്ടാമത്തെ നോക്കൂ, ഇതാ സമതലമല്ലാത്ത കുറച്ച് പ്രദേശമാണ് കാണിക്കുന്നത്. നോക്കൂ, അസമതൽ സടക്. ഓക്കെ, മൂന്നാമതായിട്ട് കാണിച്ചിരിക്കുന്നു സ്കൂളിന്റെ ചിഹ്നമാണ് അല്ലെ, സ്കൂൾ ചിഹ്ന്, സ്കൂൾ സമീപ് ഹെ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഇവിടെ 6 പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു 6 മാർക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ചോദ്യം. മുജേ മേം നിഹിത് സർവനാം കോൻസാ ഹെ? മുജേ മേം നമുക്കറിയാം അല്ലെ. അപ്പൊ മേം പ്ലസ് എന്താണ്? കോ. മേം പ്ലസ് കോ എന്താണ്? മുജ്കോ അല്ലെങ്കിൽ മുജേ ആണ്. നമുക്കറിയാം, മുജ്കോ എന്നും നമുക്ക് പറയാം. മുജ്കോ അല്ലെങ്കിൽ മുജേ. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, കവിക്കോ കിസ്നെ ചൗക്ക് പാർ കർന സിഖായ? ആരാണ് ഇവിടെ കവിയെ ആ നാൽക്കവല മുറിച്ചു കടക്കാൻ സഹായിച്ചത്? ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് കുച്ച് സ്ത്രീയോനെ, കവി കി മാനെ, കവി കെ ദോസ്തിനെ, കവി കെ അധ്യാപകനെ. ആരായിരുന്നു? കുച്ച് സ്ത്രീയാംനെ അല്ലെ, കുച്ച് സ്ത്രീയോംനെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൈഭവ്. വൈഭവ് ഇസ്കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്കിന്റെ ചോദ്യമാണ്. വൈഭവ് എന്ന വാക്കിന്റെ സമാനാർത്ഥി ശബ്ദം മെഹത്വ ആണ്. എന്താണ്? മെഹത്വ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സഹി മിലാൻ കരേ, അതായത് ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്. നോക്കാം. ഇന്തസാർ കർന. ഇന്തസാർ കർന എന്ന വാക്കിന്റെ അർത്ഥം കാത്തിരിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ്? പ്രതീക്ഷ കർന. ഓക്കെ, ഇന്തസാർ കർന എന്ന് പറയുമ്പോൾ ഇവിടെ പ്രതീക്ഷ കർന. ഇനി ഹവാലെ കർന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹാൻഡ് ഓവർ ചെയ്യുക എന്നാണ്. അപ്പൊ ഹവാലെ കർന എന്ന വാക്കിന് ഇവിടെ യോജിക്കുന്നത് സൗംപ് ദേന. മൂന്നാമതായിട്ട് ധാക്കില ലേന എന്ന് പറയുമ്പോൾ പ്രവേശനം. ഓക്കെ, ധാക്കില ലേന, പ്രവേശൻ കർന. നെക്സ്റ്റ് നോക്കാം. ചോട് ആന. എന്താ? ചോടാന എന്നാണ് ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉപേക്ഷിത് കർന. ഓക്കെ, കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. 2 മാർക്കിന്റെ മാച്ച് ദ ഫോളോയിങ് ആണിത്. നോക്കാം. നെക്സ്റ്റ്, കവിതാക്ക ആശയ് ലിഖേ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും 4 മാർക്കിന്റെ കവിതാക്ക ആശയ് ലിഖേ എന്നുള്ളത്. നോക്കാം നമുക്ക്. ശ്രീ അലോക് ധന്വ की कविता है चौक. ആരുടെ കവിതയാണ്? അലോക് ധന്വ की कविता. इसमें कवि सूचित करना चाहते हैं कि ഇവിടെ കവി സൂചിപ്പിക്കുന്നത് ഇതാണ്. बचपन में हमें जो प्यार और अच्छाई का अनुभव मिलता है. കുട്ടിക്കാലത്ത് നമുക്ക് സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നന്മയുടെയും അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വോ ജീവൻ കെ അന്ത് തക് ഹമാരെ സാത്ത് രഹ്താ ഹെ, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, കവി കെ ബച്പൻ മേ വേ കുച്ച് സ്ത്രീയോം കെ സാത്ത് സ്കൂൾ ജാത്തേ ഥേ. കവിയുടെ കുട്ടിക്കാലത്ത് കവി കുറച്ച് സ്ത്രീകളുടെ കൂടെയായിരുന്നു എന്ത്? സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഉനോനെ കവി കോ ചൗക്ക് പാർ കർന സിഖായ. അവരാണ് കവിയെ ഈ നാൽക്കവല മുറിച്ചു കടക്കാൻ വേണ്ടി സഹായിച്ചത്, പഠിപ്പിച്ചത്. കവി കി മാ അപ്നെ ബേട്ടെ കോ ഉൻകെ സാത്ത് സ്കൂൾ ഭേജ്തി ഥി. കവിയുടെ അമ്മ അവരുടെ മകനെയും എന്താണ്? അവന്റെ കൂടെ തന്നെ സ്കൂളിൽ അയച്ചിരുന്നു. കുച്ച് ദിനോം കെ ബാദ് കവി സ്വയം സ്കൂൾ ജാനെ ലഗെ. കുറച്ച് സമയത്തിന് ശേഷം കവി ഒറ്റയ്ക്ക് സ്കൂളിൽ പോവാൻ തുടങ്ങി. തിരുനെ കുച്ച് ദോസ്ത് മിൽ ഗയെ. അങ്ങനെ അവന് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. വേ ഉൻകെ സാത്ത് ജാനെ ലഗ. അവൻ അവരുടെ കൂടെയും പോയി തുടങ്ങി. കവി കാ സ്കൂളി ജീവൻ സമാപ്ത് ഹോ ഗയ. കവിയുടെ ആ സ്കൂൾ ജീവിതം അവിടെ സമാപ്തമായി.
अब करीब 20 वर्ष चले गए. ഇപ്പോൾ ശരിക്കും ഒരു 20 വർഷത്തോളം കടന്നുപോയി. अब भी वे बड़े शहर के किसी चौक से गुजरते हैं तो उन्हें उन स्त्रियों की याद आती है. എങ്കിൽ പോലും ഈ 20 വർഷത്തിന് ശേഷം പോലും ഒരു നാൽക്കവല മുറിച്ചു കടക്കുമ്പോൾ അവരെ ഓർമ്മ വരും, ആ സ്ത്രീകളെ ഓർമ്മ വരും അല്ലെ. കരീബ് 20 വർഷ പെഹലെ കി സ്മൃതിയാം ഉൻകെ മൻ മേ ആ ജാത്തി ഹെ. 20 വർഷങ്ങൾ മുന്നേയുള്ള ആ ഒരു ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക്, കവിയുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഓടിയെത്തും. വേ അപ്നാ ദായാം ഹാത്ത് ഉൻ സ്ത്രീയോം കി ഓർ ബഡാ ദേത്തെ ഹെ. അവന്റെ വലത് കൈ ആ സ്ത്രീകളെ പിടിച്ചുകൊണ്ടും അതുപോലെ ബായേം ഹാത്ത് മേം സ്ലേറ്റ് ബി സംഭാൽത്തെ ഹെ. ഇടത് കൈയിൽ സ്ലേറ്റും പിടിച്ചിരുന്നു. ഇത്തനെ സാലോം കെ ബാദ് ബി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഉൻ മഹിളാവോം കി യാദേ കവി കെ മൻമേ ബനി ഹുയി ഹെ. ആ സ്ത്രീകളുടെ ഓർമ്മകള് കവിയുടെ മനസ്സിൽ ഉണ്ട് അല്ലെ. ഉൻകാ മൻ കൃതജ്ഞതാ സേ ഭർ ജാത്താ ഹെ. അവന്റെ മനസ്സെന്താണ്, നന്ദി നിറഞ്ഞിരിക്കുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ചൗക്ക് എന്ന കവിതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. ഖുശ്ബൂ രച്തേ ഹേ ഹാത്ത് അരുൺ കമൽ എഴുതിയിട്ടുള്ള കവിതയാണ്. അപ്പോൾ ഖുശ്ബൂ രച്തേ ഹേ ഹാത്ത് എന്ന കവിതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കവി ने इस कविता में हाथ को बहुवचन के रूप में प्रयोग किया है, इसका कारण क्या है? ഇവിടെ കവി കൈകളെ, ഏത് കവിതയിലാണ്? ഖുശ്ബൂ രച്തേ ഹേ ഹാത്ത് എന്നുള്ള കവിതയിലാണ്. അപ്പൊ കൈകളെ ബഹുവചന, ഹാത്ത് എന്ന ശബ്ദത്തെ ബഹുവചനമായിട്ടാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. കവിതാ മേ ഹാത്ത് കെ ലിയേ ബഹുവചൻ കാ പ്രयोग किया गया है. इसके माध्यम से ഇതിലൂടെ കവി ബത്താനാ ചാഹത്താ ഹേ കി, കവി പറയാൻ ആഗ്രഹിക്കുന്നത് യഹാ ഏക് കാരീഗർ യാ ഏക് മസ്ദൂർ കി ബാത് നഹീ ജാ രഹി ഹേ. ഇവിടെ ഒരു കരകൗശല വിദഗ്ധരുടെയോ അല്ലെങ്കിൽ തൊഴിലാളിയുടെയോ ഒന്നും കാര്യമല്ല, ഒരു തൊഴിലാളിയുടെയോ അല്ലെങ്കിൽ ഒരു കരകൗശല വിദഗ്ധന്റെയോ കാര്യമല്ല പറയുന്നത്. ഈ സമസ്യ സബ് മസ്ദൂരോ കി ഹേ, എല്ലാ തൊഴിലാളികളുടെയുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യം. പീപ്പൽ കെ പത്തേ സേ നയേ നയേ ഹാത്ത് ജൂഹി കി ഢാൽ സേ ഖുശ്ബുദാർ ഹാത്ത് വ്യാഖ്യാ കീജിയേ. അതായത് ആൽമരത്തിന്റെ ഇലകളെ പോലെ പുതിയ പുതിയ കൈകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ആ പുതിയ പുതിയ കൈകൾക്ക് എന്തിന്റെ മണമാണ്? ജൂഹി കി അല്ലെ, ജാസ്മിന്റെ സ്മെല്ലാണ്. ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കാനാണ് പറയുന്നത്. നോക്കാം നമുക്ക് ഈ വരികളുടെ അർത്ഥം എന്താണ്. എന്താണ് വരികൾ? പീപ്പൽ കെ പത്തേ സേ നയേ നയേ ഹാത്ത് ജൂഹി കി ഢാൽ സേ ഖുശ്ബുദാർ ഹാത്ത് വ്യാഖ്യാ കീജിയേ. ഇതാണ് ലൈൻ. നോക്കാം. അഗർബത്തി ബനാനെ വാലെ ഹാത്തോ മേ കുച്ച് കെ ഹാത്ത് പീപ്പൽ കെ നയേ നയേ പത്തോം കെ സമാൻ കോമൽ ഹേ. അതായത് ഇങ്ങനെ ഈ അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകളുടെ കുറച്ച് ആളുകളുടെ കൈകൾ എങ്ങനെയാണ്? ഈ ആൽമരത്തിന്റെ തളിരില അതുപോലെ എന്താണ്, കോമളമാണ്. ആശയേ ഹേ കി कुछ नन्हे नन्हे बच्चों भी अगरबत्ती बनाने के काम में लगे हुए थे. ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? കുഞ്ഞു കുഞ്ഞു മക്കൾ പോലും, ചെറിയ ചെറിയ കുട്ടികൾ പോലും ഇത്തരത്തിൽ അഗർബത്തികൾ ഉണ്ടാക്കുന്ന ആ ഒരു ജോലിയിൽ മുഴുകിയിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടായിരിക്കുന്നു എന്ന് പറയാം. കുച്ച് ഹാത്ത് ऐसे है. ഇനി പറയാണ് മറ്റു കുറച്ച് കരങ്ങൾ ഇങ്ങനെയുള്ളതാണ്. ജൂഹിക്ക് ഡാലോം ജേസി ഖുശ്ബൂ ആത്തി ഹേ. അതായത് മുല്ല പോലെ, മുല്ലപ്പൂ പോലെ അത്രയും സുഗന്ധം പരത്തുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ അത് ആശയമാക്കുന്നത് ഇങ്ങനെയാണ്. ആശയേ ഹേ കി, ആശയപ്പെടുത്തുന്നു എന്ത്? കുച്ച് സുന്ദർ യുവതിയാമ്പി, വളരെ സുന്ദരമായിട്ടുള്ള യുവതികളും അഗർബത്തിയാം ബനാനേ മേ ലഗി ഹുയി ഹേ. ഇത്തരത്തിൽ ഈ അഗർബത്തികൾ, ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്, സാമ്രാണി തിരികൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഖുശ്ബൂ രചനെ വാലെ ലോഗ് ബദ്ബുദാർ ടോലെ മേം ക്യോം രഹത്തെ ഹേ. അതായത് ഇത്തരത്തിൽ അഗർബത്തികൾ ഉണ്ടാക്കുന്ന ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോളനികളിൽ താമസിക്കുന്നത്? നോക്കൂ. ഖുശ്ബൂ രചനെ വാലെ ലോഗ് പ്രായഃ ബഹുത് ഗരീബ് ഹോത്തെ ഹേ. അവര് വളരെ ദാരിദ്ര്യത്തിലുള്ള ആളുകളായതുകൊണ്ടാണ്. നെക്സ്റ്റ് ചോദ്യം. നാൽ ഓർ കൂടെ കർക്കട്ട് കി ചർച്ച ക്യോം കി ഗയി ഹേ. ഇവിടെ നാൽ അതുപോലെ തന്നെ കൂടെ കർക്കട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വേസ്റ്റ് അല്ലെ. ആ വേസ്റ്റിന്റെ ഒക്കെ എന്തിനാണ് ആ വേസ്റ്റുകളെ ഒക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഖുശ്ബൂ രചനെ വാലെ ലോഗ് ഗന്ദി ബസ്തിയോ മേ രഹത്തെ ഹേ. കാരണം ഇവിടെ നാലേക്കും അതുപോലെ തന്നെ കൂടെ കർക്കട്ടിനും പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? ഇത്തരത്തിൽ അഗർബത്തി ഉണ്ടാക്കുന്ന, അതായത് നല്ല സുഗന്ധം പരത്തുന്ന ആളുകൾ താമസിക്കുന്നത് എവിടെയാണ്? ഗന്ദി ബസ്തിയോ മേ, ദുർഗന്ധം വമിക്കുന്ന ഓരോരോ കോളനികളിലാണ് അവര് താമസിക്കുന്നത്. നോക്കാം.
കവിതാ पर विश्लेषणात्मक टिप्पणी लिखे ഏത് കവിതയായിട്ടാണ് ഖുശ്ബൂ രശ്തെ ഹേ ഹാത്ത് അരുൺ കമൽ നോക്കാം ഖുശ്ബൂ രശ്തെ ഹേ ഹാത്ത് അരുൺ കമൽ जी की प्रसिद्ध कविता है कविता में कारीगरों मजदूरों और गरीबी की आर्थिक दुर्दशा का चित्रण किया गया है ഈ കവിതയില് കാരീഗരും കരകൗശല വിദഗ്ധരെയും അതുപോലെ തന്നെ മസ്ദൂർ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഗരീബോം കി ആർഥിക് ദുർദശ ഈ പാവപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ആർഥിക് ദുർദശ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ദുരവസ്ഥയുമാണ് ഇവിടെ പറയുന്നത് ജോ ലോഗ് ഖുശ്ബൂ ദേനെ വാലി അഗർബത്തിയാം ബനാത്തെ ഹേ ഏത് ആളുകളാണോ ഇത്തരത്തിലുള്ള മണം സുഗന്ധം പരത്തുന്ന ഈ അഗർബത്തികൾ ഉണ്ടാക്കുന്നത് സംസാരമേ ഖുശ്ബൂ ഫൈലാത്തെ ഹേ ലോകമെമ്പാടും ആ സുഗന്ധം പരത്തുന്നു വേ സ്വയം നാലോം കെ ആസ്പാസ് कूड़े करकट के ढेर के पास बदबू भरे वातावरण में रहते हैं അവര് താമസിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നാലോം കെ ആസ്പാസ് കൂടെ കർക്കട്ട് കെ ഢേർ കെ പാസ് ഒക്കെയാണ് അല്ലേ ഇവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത് चाहे उभरी हुई नसों वाली बूटी महिलाएं हो या जन्म से ഫട്ടേ ഹാത്തോം വാല ഗരീബിയ കോമൾ ഹാത്തോം വാലി നന്നി ബാലിക്കായേം ഹെ അപ്പൊ ഇവരുടെ ഈ അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകളുടെ കൂട്ടത്തില് വീർത്ത അല്ലെ നസോം വാലി ഉപരി ഹുയി നസോം വാലി ബൂട്ടി മഹിളായും ഞരമ്പുകൾ വീർത്ത വയസ്സായിട്ടുള്ള സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ജഗ്മസെ ഫട്ടേ ഹാത്തോം വാല ഗരീബ് എന്താണ് മുറിവേറ്റ കൈകളുള്ള ഗരീബിയ കോമൾ ഹാത്തോം വാലി നന്നി നന്നി ബാലിക്കായേം ഹെ അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളാണ് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത് സബി ഗരീബ് മസ്ദൂരി മേം കൂടെ കർക്കട്ട് കെ പാസ് രഹത്തെ ഹേ और സംസാർ ഭർ കോ ഖുശ്ബൂ ദേനെ വാലി അഗർബത്തിയാം ബനാത്തെ ഹേ ഇങ്ങനെയുള്ള ആ ഒരു ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലത്ത് നിന്നിട്ടാണ് അവർ സുഗന്ധം വമിക്കുന്ന ഈ ഒരു അഗർബത്തികൾ ഉണ്ടാക്കുന്നത് യേ മസ്ദൂരും കാ ദുർഭാഗ്യ ഹേ ഇത് തൊഴിലാളികളുടെ ദുർഭാഗ്യമാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ 2 ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ